ഇൻസ്പയർഡ് സോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിലേക്ക് ഒരു ആമപാഠം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ സബ്ജക്റ്റായി എടുക്കുന്നത് ആമയെ തന്നെയാണ്. എങ്ങനെ ആമയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും? ആമ എന്ന ജീവി ഒരു പുറന്തോടുള്ള, ഒരു കട്ടിയുള്ള പുറന്തോടുള്ള ഒരു ജീവിയാണെന്ന് നമുക്കറിയാം. അത് വളരെ ചെറിയ ജീവിയാണ്, ഉഭയജീവിയാണ്. വെള്ളത്തിലൂടെയും കരയിലൂടെയും ജീവിക്കാൻ സാധിക്കുന്ന ഒരു ജീവിയാണ്. അതോടൊപ്പം തന്നെ ആമയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം കനിഞ്ഞ് ആമയ്ക്ക് 180-190 വയസ്സൊക്കെ വരെ ആയുസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആമ വളരെയധികം സാവധാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മള് ഫേമസ് ആയിട്ടുള്ള ആമയുടെ മൊയിലിന്റെ കഥ നോക്കുകയാണെങ്കിൽ, ആമ പതുക്കെ പതുക്കെ ഒഴഞ്ഞഴിഞ്ഞു പോയി പന്തയം സ്വന്തമാക്കുന്നതും, മൊയില് ഓവർ കോൺഫിഡൻസ് കാരണം കൊണ്ട് ഉറങ്ങിപ്പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ആമ നമുക്ക് പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് ഉള്ള പാഠം എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, നമ്മൾ കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ നമ്മൾ ജോലി സ്ഥലത്താണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന നമ്മുടെ നെയ്ബർഹുഡിലോ അല്ലെങ്കിൽ മറ്റ് പബ്ലിക് സ്ഥലങ്ങളിലോ ക്ലബുകളിലോ അങ്ങനെ പല പല സാഹചര്യങ്ങൾ, സോഷ്യലായിട്ടുള്ള പല പല സാഹചര്യങ്ങളിൽ പല പല പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ പല പല സന്തോഷങ്ങളും ഒക്കെ അഭിമുഖീകരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും തന്നെ. ചിലപ്പോ നമുക്കത് വലിയൊരു സ്ട്രെസ്സിന് കാരണമാകുന്നുണ്ട്, ചിലപ്പോ നമുക്കത് സ്ട്രെസ്സിന് കാരണമാകുന്നില്ല. അപ്പോ പല രീതിയിലുള്ള സ്ട്രെസ്സുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അനാവശ്യമായിട്ടും അല്ലാണ്ടൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഈ സ്ട്രെസ് നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നമ്മളെ അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ സ്ട്രെസ്സിനെ ഫേസ് ചെയ്യുന്നത്? അപ്പൊ നമുക്കൊരു ആമയുടെ എക്സാമ്പിളോട് കൂടി ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരു ആമയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആമ ഒരു പുറന്തോടുള്ള വ്യക്തിയാണ്. നമുക്ക് ആദ്യമേ തന്നെ അറിയാം, ഒരു ചെറിയ ജീവിയാണ്. അപ്പോ ഒരു അപകട സാഹചര്യം ആമയുടെ ലൈഫിൽ വരികയാണെങ്കിൽ, എങ്ങനെയാണ് ആമ ഈ അപകട സാഹചര്യത്തെ ഫേസ് ചെയ്യുന്നത്? ഇപ്പോ ഒരാരെങ്കിലും ആമയെ കയറി ചവിട്ടാൻ പോവുകയാണ്. അപ്പൊ എങ്ങനെയാണ് ആമ ആ ഒരു അപകട സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നത്? ആമ ഉള്ളിലേക്ക് വലിയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആമയുടെ പുറന്തോടിലേക്ക്, ഉള്ളിലേക്ക് മുഴുവനായിട്ട് വലിഞ്ഞ് ഒരു ആവരണത്തിനുള്ളിൽ ഒതുങ്ങിത്തീരുന്നത് വഴി ആമയുടെ ശരീരത്തെ തന്നെ അതിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ പുറന്തോട് വളരെ കട്ടിയുള്ളതിനാൽ അതിന് പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതെ, പിന്നീട് ആ ഒരു ഡേഞ്ചറസ് സാഹചര്യം കഴിഞ്ഞു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം പതുക്കെ ആമ അതിൽ നിന്ന് ഉൾവലിഞ്ഞ് പതിയെ നടന്നു നീങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ, നമ്മൾ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ സ്ട്രെസ് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മൾ ചിലപ്പോൾ അതായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ അതിനെ വളരെയധികം ശക്തിയോടുകൂടി എതിർക്കാനോ, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും ഒക്കെ പല രീതിയിൽ അതിനെ അഭിമുഖീകരിച്ച് അതിനെ നേരിടാനൊക്കെ ആയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ ആമയിലേക്ക് നോക്കുകയാണെങ്കിൽ, ആമ ആ ഒരു സാഹചര്യം, ഒരു അപകട സാഹചര്യം, ഇപ്പൊ സ്ട്രെസ്സിനെ നമുക്കൊരു അപകട സാഹചര്യമായിട്ട് എടുക്കാം. ഈ അപകട സാഹചര്യത്തിൽ ഉൾവലിയുകയാണ് ചെയ്യുന്നത്. അതിന്റെ പുറന്തോട് ഉപയോഗിച്ച് അത് അതിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു പുറന്തോടുണ്ടോ നമ്മെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്? നമുക്ക് ആമയിൽ നിന്ന് പഠിക്കാം. എന്താണ് ഈ പുറന്തോട്? അപ്പൊ നമ്മുടെ ഇന്നർ സെൽഫിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ പറയുന്നത്, മാനസികമായിട്ട് നമ്മളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. ഫിസിക്കലി ആമ പ്രൊട്ടക്ട് ചെയ്യുന്ന എക്സാമ്പിൾ എടുത്തുകൊണ്ട് തന്നെ, മാനസികമായിട്ട് നമുക്ക് എങ്ങനെ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. പല രീതിയിലുള്ള സ്ട്രെസ്സുകളിൽ നിന്നും, പല രീതിയിലുള്ള ഓരോ വിധത്തിലുള്ള അനുഭവങ്ങളിൽ നിന്ന്, ഡെയിലി ലൈഫിൽ നമുക്ക് എങ്ങനെ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാം, അതിനുള്ള ഒരു പുറന്തോട് നാം തന്നെ കണ്ടെത്തുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മുടെ ഇന്നർ സെൽഫിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു പുറന്തോട് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ പുറന്തോട്? ഈ പുറന്തോട് എന്ന് പറയുന്നത് പല രൂപത്തിലായിരിക്കാം. ചിലപ്പോ മെഡിറ്റേഷനിലൂടെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോ നമ്മുടെ റീഡിങ് പോലുള്ള ഡെയിലി ഹാബിറ്റ്സിനെ വളർത്തിക്കൊണ്ടുവരുന്നതിലൂടെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല സുഹൃത്ത് ബന്ധങ്ങളിലൂടെ നമുക്ക് ഈ പുറന്തോടിനെ ശക്തമാക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിലുള്ള ഇന്ററാക്ഷനിലൂടെ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രയർ പോലെയുള്ള സ്പിരിച്വൽ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് വഴിയുള്ള ഒരു പുറന്തോട് ഉണ്ടാക്കുന്നതിലൂടെയൊക്കെ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമ്മുടെ ഇന്നർ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള പുറന്തോടാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സ്ട്രെസ് കടന്നു വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള വായനാ ശീലമുള്ള ഒരാളാണെങ്കിൽ, നമുക്ക് അതിനെ കൂടുതൽ മനസ്സിലാക്കുവാനും ആ സ്ട്രെസ്സിനെ ഉൾക്കൊള്ളുവാനും അതിൽ നിന്ന്
നമ്മുടെ ആ ഒരു വായനയാകുന്ന ആ നോളജിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് നോളജ് സ്വന്തമാക്കി, അതിൽ നിന്നൊരു ഇൻസൈറ്റ് സ്വന്തമാക്കി അതിനെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നീട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ പോലുള്ള കാര്യമാണ്. ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴിയായിട്ട് നമ്മുടെ ഒരു ഇന്നർ സെൽഫിനെ കൂട്ടിക്കൊണ്ടുവരാനും അതുവഴി ഇൻസൈറ്റ് കണ്ടെത്തുവാനും, ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഓൾറെഡി നമ്മൾ മെഡിറ്റേഷൻ ആവുന്ന ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് ആ പുറന്തോട് വെച്ച് നമുക്കതിനെ സംരക്ഷിക്കുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ, നല്ല സുഹൃത്തുക്കൾക്ക് എപ്പോഴും നല്ല രീതിയിൽ നമ്മളെ ഗൈഡൻസ് തരുവാനും നമ്മളെ പല മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു പല സജഷൻസിലൂടെ നമ്മളെ കടത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളെ ഈ പുറന്തോട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ആമയുടെ ഈ ഒരു പാഠത്തിൽ നിന്ന് നമുക്ക് ഒരു ലോങ് ലൈഫിലേക്ക്, നമ്മുടെ ഇന്നർ സെൽഫിന്റെ ലോങ് ലൈഫ് കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ട് വഴി നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നമുക്കും ഈ ആമയിൽ നിന്ന് പഠിച്ചുകൊണ്ട് നമ്മുടെ ഇന്നർ സെൽഫിനെ ഈ ഒരു പുറന്തോടുകൾ വഴി, മെഡിറ്റേഷൻ ആകുന്ന പുറന്തോട്, അല്ലെങ്കിൽ റീഡിംഗ് ആകുന്ന പുറന്തോട്, അല്ലെങ്കിലുള്ള എനി കൈൻഡ് ഓഫ് ഗുഡ് റിലേഷൻസ് ആവുന്ന പുറന്തോട് വഴി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ ഒരു വലിയൊരു വ്യക്തിത്വത്തിലേക്ക്, ഒരു മാനസിക ആരോഗ്യമുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.